സമയം സന്ധ്യാവാറായി. അവരുടെ ഡാഡി ഇപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഇനി എന്തായാലും നായകനെ കൊണ്ട് കാത്തിരിക്കാൻ വയ്യ. അവൻ ആബയെ തെരഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവന്റെ കാറിന്റെ ചാവി കാണുന്നില്ല. കാറിന്റെ ചാവി ഉണ്ടായിരുന്നത് ആ കത്തിക്കരിഞ്ഞ കാറിലാണ്. നമുക്ക് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ വല്ല ടാക്സിയോ ബസ്സോ കിട്ടുമെന്ന് നോക്കാം. അവരെ ഡാഡി തെരഞ്ഞിറങ്ങി. അവരെ ടാക്സിക്ക് കൈ കാണിച്ചു നോക്കിയെങ്കിലും ആ ടാക്സിക്കാരൻ അവരെ കണ്ട ഭാവമില്ലാതെ പോയി. ഈ നേരത്താണ് അൻഗ സോഫിയുടെ പ്രേതത്തെ കാണുന്നത്. ആ പ്രേതം ഇങ്ങനെ കാട്ടിലേക്ക് നടന്നു പോകുന്നു. അവനും പിന്നാലെ പോകുന്നുണ്ട്. മോമോ നായകന്റെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. ഡാഡിയെ തെരഞ്ഞിറങ്ങി അവര് ഇപ്പോ പ്രേതത്തെ തെരഞ്ഞ് ആ കാടിനകത്ത് നടക്കുകയാണ്. ഈ സമയം ആ കാടിനകത്തെ പാലത്തില് സോഫിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് കാണാം. അവൾ അത് എടുക്കുന്നതിന് മുന്നേ പെട്ടെന്ന് എന്തോന്ന് മോമോന്റെ പിന്നിലൂടെ പാഞ്ഞുപോയി. അവള് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴോ ആ പാലത്തിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് കാണുന്നില്ല. ഇവിടെ മറുവശത്ത് അൻഗ ആ പ്രേതത്തിന്റെ പിന്നാലെ ഓടി ഓടി അവസാനം സോഫി ഒരു മരത്തിന്റെ മുകളില് പറന്നു നിൽക്കുക. എവിടെ നോക്കിയാലും സോഫിയുടെ പ്രേതാണ്. കുറെ പ്രേതമുണ്ട്.